അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ അറബ് ലോകത്ത് അതിനെതിരെ കടുത്ത സംശയങ്ങളും പ്രതിഷേധ സ്വരങ്ങളുമാണ് ഉയരുന്നത്. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആരംഭിച്ച യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയുറാൻ ശ്രമിക്കുന്ന ട്രംപ് ആകട്ടെ ഇപ്പോൾ പ്രമുഖ അറബ് മുസ്ലിം രാഷ്ട്രങ്ങളെ തങ്ങളുടെ പഴയ എബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാക്കാൻ നിർബന്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഖത്തർ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളാകട്ടെ ഈ ഒരു നീക്കത്തെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവരാകട്ടെ ഈ ഒരു നീക്കത്തോട് അടുക്കാതെ തന്നെ അകന്നു നിൽക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് പശ്ചിമേഷ്യയിൽ വിതച്ച യുദ്ധക്കെടുതികളിൽ സ്വന്തം ജനതയുടെ വികാരങ്ങളെ മാനിക്കുന്ന ഒരു അറബ് നേതാവും ട്രംപിന്റെ ഈ കപട സമാധാന നീക്കത്തിന് ഒപ്പ് നൽകാൻ അല്ലെങ്കിൽ ഒപ്പത്തിന് നിൽക്കാൻ തയ്യാറാവില്ല എന്നതാണ് വസ്തുത. എബ്രഹാം ഉടമ്പടി വീണ്ടും സജീവമാക്കാൻ ട്രംപ് ശക്തമാക്കുന്ന ഒരു ഗൂഢ നീക്കം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൗദി ഉൾപ്പെടെയുള്ള പ്രമുഖ മുസ്ലിം രാഷ്ട്രങ്ങളെ ഇസ്രയേലുമായി തന്നെ ബന്ധം ശക്തിപ്പെടുത്താൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ന വിലയിരുത്തലുകളടക്കം ശക്തമാണ്. അതേപോലെ തന്നെ വിർജീനിയയിലെ ആർലിംഗ്ടൺ ദേശീയ സെമിത്തേരിയിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് പുതിയ സമാധാന ഘട്ടം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റിലെ യഥാർത്ഥത്തിൽ നടക്കുന്ന ഈ ഒരു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊന്നും തന്നെ ലളിതമല്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഗാസയിൽ തുടരുന്ന സംഘർഷവും ഇറാനെതിരായ ആക്രമിക്കൽ നടപടി, അതായത് അമേരിക്കയുടെ ഈ ഒരു നിലപാടും അറബ് ജനതയിൽ കടുത്ത അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്ക നേതൃത്വത്തിലുള്ള പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് പല അറബ് രാജ്യങ്ങളും അകലം പാലിക്കാനാണ് സാധ്യത. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ട്രംപിന്റെ പുതിയ ഒരു വിദേശ നയ പ്രകടനം ഇവിടെ കാഴ്ചവെക്കുന്നതെന്ന വിമർശനങ്ങളടക്കം ഉയരുന്നുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റ് വീണ്ടും അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ്. മിഡിൽ ഈസ്റ്റിൽ സമാധാനമോ അതോ പുതിയ സംഘർഷങ്ങളോ എന്നത് ട്രംപിന്റെ അടുത്ത നീക്കങ്ങൾ ലോകം അതീവ ശ്രദ്ധയോടുകൂടി ഇവിടെ നിരീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തണലിൽ ഇസ്രയേലിന് മിഡിൽ ഈസ്റ്റിൽ പരമാധികാരം ഉറപ്പിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് തന്റെ ഒന്നാം ഭരണകാലത്ത് എബ്രഹാം ഉടമ്പടി കൊണ്ടുവന്നത്. പാലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് പുതിയ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന അജണ്ട. 2020 സെപ്റ്റംബറിലാകട്ടെ ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൌസ് ഉപദേശകനുമായിരുന്ന ജരേദ് കുഷ്ണർ മധ്യസ്ഥത വഹിച്ചാണ് ഈ ഒരു വിവാദ കരാർ യാഥാർത്ഥ്യമാക്കിയത്. ഈ ഒത്തുതീർപ്പിലൂടെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റിനും ഇസ്രയേലുമായി തന്നെ ഔദ്യോഗികമായി നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷം മൊറോക്കോയും സുഡാനും ഈ പാത പിന്തുടരുകയും തൊട്ടടുത്ത് തന്നെ 2025 കസാക്കിസ്ഥാൻ കൂടി കരാറിന്റെ ഭാഗമാവുകയാണ് ചെയ്തത്. ഒരു സ്വതന്ത്ര പാലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാക്കാതെ തന്നെ ഇസ്രയേലുമായി യാതൊരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന അറബ് ലോകത്തിന്റെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള സ്വയം കാറ്റിൽ പറത്തൽ ചില രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഈ കരാറുകൾ യഥാർത്ഥത്തിൽ പാലസ്തീൻ ജനതയോട് ചെയ്ത കടുത്ത വഞ്ചന തന്നെയായിരുന്നു. ഗാസയെയും ലെബനനെയും ബോംബെറിഞ്ഞ് തകർത്ത ഇസ്രയേലിന്റെ അധിനിവേശത്തിന് കൂട്ടുനിന്നുകൊണ്ട് തന്നെ ഈ തകർച്ചയുടെ അവശിഷ്ടങ്ങൾക്ക് മേൽ മധ്യേഷ്യയുടെ വലിയ രീതിയിലുള്ള ഒരു വീര്യം അത് പണിയുമെന്ന ഒരു ട്രംപിന്റെ വാദം അത് കേവലം സാമ്രാജ്യത്വത്തെ ഫിനാൻസ് മാത്രമായിരുന്നില്ല. തന്റെ പുതിയ നയതന്ത്ര അംബാസിഡർ എന്ന രീതിയിൽ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ കുറിക്കുകയാണ് ചെയ്തത്. പശ്ചിമേഷ്യൻ ജനതയുടെ ചോരയ്ക്ക് വില പറയുന്ന ഒരു ബിസിനസ് ഇടപാടുകാരന്റെ ദയനീയമായ രൂപമാണ് അവിടെ ദൃശ്യമാകുന്നത് എന്നതായിരുന്നു ഇതിലൂടെ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.